തീർച്ചയായും വൃന്ദ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ മേയർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മാം, എന്താണ് ഒരു നിലവിലൊരു ഒന്നും പറയാനില്ല മോളെ. ഇപ്പോൾ നമ്മുടെ ഫയർ പറയുന്നത് ഫയർ ഈസ് അണ്ടർ കൺട്രോൾ, അതിൽ പേടി വേണ്ട. പിന്നെ അകത്തേക്ക് പോയ പുക അതവർ സക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ പേഷ്യൻസ് ആരും തന്നെ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് നൗ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയിൽ ആരും വിഷമിക്കുന്നില്ല. കുറേ പേരെ ബീച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ അവിടെ ഞങ്ങളുടെ സ്റ്റോക്ക് ചെയ്ത പുതിയ സാധനങ്ങളെല്ലാം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ വാർഡുകളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾ എല്ലാ സഹായത്തിനും അനൗൺസ്മെൻറ്റിനും ഒക്കെ പറ്റിയ വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് കോർപ്പറേഷൻ്റെ. അതുമാതിരി നമ്മുടെ ഡോക്ടേഴ്സ്, ഞങ്ങളുടെ ഡോക്ടർമാരെ എല്ലാവരെയും മെഡിക്കൽ കോളേജിൽ നിന്ന് PGസിനൊക്കെ തരാമെന്നാണ് നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാതെ നടക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 നിലയിൽ നമുക്ക് ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ ഇതൊന്ന് വൃത്തിയാക്കുന്നത് വരെ സമയം വേണ്ടി വരും. അതിനിടയിൽ നമ്മൾ ബീച്ച് ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. ഏകദേശം എത്ര രോഗികളെ മാറ്റിയിട്ടുണ്ട്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായ കണക്ക് പ്രിൻസിപ്പൾ ആരോടും പറയുന്നില്ല. ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനും പറയുന്നില്ല. പലരും പലതും പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൾ കൃത്യമായ കണക്കെടുത്ത ശേഷം നമ്മളോട് സംസാരിക്കുന്നത്. പുകശ്വസിച്ച് ശ്വാസതടസ്സം അനുഭവപ്പെട്ട ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്? അല്ല, അവരെ അപ്പം തന്നെ മാറ്റിയല്ലോ. ഉടനെ പെട്ടെന്ന് സന്നദ്ധ പ്രവർത്തകർ നമ്മൾ വളരെ വേഗത്തിൽ എല്ലാവരും എത്തുകയും എല്ലാ സ്റ്റാഫും കൂടി അവരെ മാറ്റുകയും പുകയുടെ പിന്നെ മുറിയിലുണ്ടായിരുന്ന നേഴ്സ് പണിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ടായി. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും സേഫായ സ്ഥലത്തേക്ക് മാറ്റിയെന്ന് അവർ പറഞ്ഞു. അതിനേക്കാളും കൂടുതൽ ഇപ്പം പ്രശ്നമില്ല എന്ന് നമുക്കൊക്കെ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും അതിനെന്താ തകരാറ് നോക്കുകയും വേണം. അത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളല്ലോ. അതാണ്. തീർച്ചയായും വൃന്ദ, അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും രോഗികളെല്ലാം തന്നെ വളരെ സേഫായി ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അതായത് ഇവിടെ നിന്ന് മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മേയറും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ സംഭവ സമയത്തുണ്ടായിരുന്ന നഴ്സും ഡോക്ടർമാർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഈ രോഗികളെയും അതുപോലെ തന്നെ കുട്ടിപ്പുകാരെല്ലാം തന്നെ